നമസ്കാരം. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സ്നേഹാദരം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ആർദ്രവുമായ സ്വാഗതം. കോവിഡ്-19 ലോക ജനതയെ ഞെട്ടിച്ച പകർച്ചവ്യാധി, ചൈനയിൽ നിന്ന് പുറപ്പെട്ട് ലോകമാസകലം പടർന്നു പിടിച്ചിരിക്കുന്ന മഹാവ്യാധി, പുരോഗതിയുടെ താക്കോലായ ശാസ്ത്രം വളർന്നു പന്തലിച്ചു നിൽക്കുമ്പോഴും കോവിഡ്-19 മുന്നിൽ പകച്ചു നിൽക്കുന്നു. ലോകത്തെ നിശ്ചലമാക്കിയ അനേകം ദിവസങ്ങൾ, സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ച നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അപകടകാരിയായ വൈറസ്, ലോകം പകച്ചു നിന്ന വേളയിൽ മനുഷ്യരാശിയെ കൈപിടിച്ചുയർത്തിയ നിസ്വാർത്ഥ സേവനത്തിന്റെ വാഹകർ, നമ്മുടെ സ്വന്തം ആരോഗ്യ പ്രവർത്തകർ, ലോകം മുഴുവൻ വീട്ടിൽ പേടിച്ചിരിക്കുമ്പോൾ സധൈര്യം സേവനം തുടർന്നു പോയ നമ്മുടെ സ്വന്തം മാലാഖമാർ, വീട്ടിൽ പോലും പോകാൻ സാധിക്കാതെ സുരക്ഷാ ആവരണത്തിനുള്ളിൽ മണിക്കൂറുകളോളം കഴിയേണ്ട അവസ്ഥ, നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയ ദിവസങ്ങൾ, അവരുടെ സമചിത്തത മാത്രമാണ് ലോക ജനതയെ ഈ മഹാമാരിയെ നേരിടാൻ ഒരു പരിധിവരെ സഹായിച്ചത്. ജീവൻ നഷ്ടപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ സ്മരിക്കുന്നതിനോടൊപ്പം കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഭൂമിയിലെ മാലാഖമാരായ ആരോഗ്യ പ്രവർത്തകരെ ഞങ്ങൾ ആദരിക്കുന്നു. Good evening to one and all. Amidst the mounting pressures of COVID-19 pandemic, we are here to honor all our healthcare workers who are on the front line for battling the pandemic. Their commitment, dedication and courage deserve our deepest gratitude and appreciation. On behalf of COPA, I welcome you all for this program Snehadaram. To begin with, let's feel the presence of the Almighty as we offer a song of praise. വാഴും പരമപിതാവേ, പരിപാവനമാകേണം തവ തിരുനാമം, തവ രാജ്യം ഭൂവിൽ ആഗതമാകണമേ, ഹിതമിഹമതിലാകേണം പരമതിലെന്നതുപോൽ, പ്രതിദിനമടിയങ്ങൾ കന്നം കനിവൊടു പകരണമേ, പരിഹൃതമാക്കണമേ പിഴകൾ അപരനോടങ്ങൾ പോൽ, കാത്തരുളിയിടണമേ ദുഷ്ടപരീക്ഷകളിൽ നിന്നും, രാജ്യം ശക്തി മഹത്വമതങ്ങേക്കെന്നെന്നും ആമേൻ. കൃപയിൻ നിറവേ മാതാവേ, മറിയാമേ ശാന്തി, നാരികളിൽ നീയേറ്റം മാനിത മാതാവേ, പരമോന്നതനീശൻ എന്നും പരിചൊടുതവ സവിധേ, നിന്നുദരത്തിൻ ഫലമാമീശൻ സ്തുതികൾക്കനുയോജ്യൻ, ശുദ്ധികളിൽ ശുദ്ധേ മറിയം
മാതാവേ ഭാഗ്യം പരനെ വഹിച്ചവളേ മാതാ മറിയാമേ ഭാഗ്യം പാദകരടിയാർക്കായി പരനോടെന്നെന്നും അർത്ഥിച്ചിടണമേ മൃതിയിൻ വേളയിലും അർത്ഥിച്ചിടണമേ മൃതിയിൻ വേളയിലും Now, let me call upon our Secretary, Mr. Jinesh Varghese, for the welcome speech. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്യ യൂലിയോസ് മെത്രാപ്പോലീത്ത, നമ്മുടെ ഇന്ന് മുഖ്യാതിഥിയായി നമ്മുടെ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ MB രാജേഷ് അവർ, നമ്മുടെ സമ്മേളനത്തിന് ആശംസാ സന്ദേശങ്ങൾ നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ആലത്തൂരിന്റെ പ്രിയ MP കുമാരി രമ്യ ഹരിദാസ്, കുന്നംകുളത്തിന്റെ പ്രിയപ്പെട്ട MLA AC മൊയ്തീൻ സാർ, അതുപോലെ തന്നെ ഇന്ത്യൻ YMCAയുടെ പ്രസിഡന്റ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി സാർ, ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ PC സൈമേട്ടൻ, ബെഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ പത്രോസ് OIC, കുന്നംകുളം IMAയുടെ സെക്രട്ടറി ഡോക്ടർ ഷമീർ സുലൈമാൻ, മറ്റ് വിശിഷ്ടാതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുന്ന സ്നേഹാദരം എന്ന പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ച മുന്നണി പോരാളികളാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ. ഉറ്റവരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ഒറ്റപ്പെട്ട് ആശുപത്രി കിടക്കകളിൽ കഴിയുന്ന കോവിഡ് രോഗികളെ അവർക്ക് വേണ്ടുന്ന സാന്ത്വനം നൽകി അവരെ പരിചരിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന സ്നേഹം നൽകുന്നതിനും ഈ ആരോഗ്യ പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ സ്നേഹവും സാന്ത്വനവും നൽകിയ ഭൂമിയിലെ മാലാഖമാരാണ് ഈ ആരോഗ്യ പ്രവർത്തകർ. അവരെ ആദരിക്കേണ്ടത് ഏറ്റവും ഉചിതമാണ്. അവരെ നമ്മൾ എന്നും ഓർക്കേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെയൊരു ഈ ആദരവ് നടത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയുമാണ് ഈ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നത്. നമുക്ക് ഈ സമ്മേളനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അവരെ സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിശ്ചിതമായ കർത്തവ്യം. ഇന്ന് നമ്മുടെ സമ്മേളനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ആശംസകൾ നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷനും കിഴക്കിന്റെ കാതോലിക്കായുമായ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ്. തിരുമേനി ഈ ആവശ്യം പറഞ്ഞപ്പോൾ വളരെ സ്നേഹപൂർവ്വം നമുക്ക് വേണ്ടി സന്ദേശം നൽകി ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിച്ച പരിശുദ്ധ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമായി പിതാവിന്റെ തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ സമ്മേളനത്തിന് അനുഗ്രഹ പ്രഭാഷണം നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് മലങ്കര സഭയുടെ മാധ്യമ വിഭാഗം അധ്യക്ഷനും അഹമ്മദാബാദ് ഭദ്രാസനാധിപനും കുന്നംകുളത്തിന്റെ സഹായ മെത്രാപോലിത്തായുമായ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപോലിത്തയാണ്. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ എല്ലാ പ്രോഗ്രാമുകൾക്കും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി ഞങ്ങളെ നയിക്കുന്ന അഭിവന്യ യൂലിയോസ് തിരുമേനിയെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കേരള നിയമസഭയുടെ ആരാധ്യനായ സ്പീക്കർ ശ്രീ MP രാജേഷ് അവറുകളാണ്. നമുക്കറിയാം, തൃത്താല MLA ആണ് അദ്ദേഹം. കേരള രാഷ്ട്രീയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വളരെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന ഒരു ദേഹമാണ് ശ്രീ MP രാജേഷ്. അദ്ദേഹത്തിന്റെ പുതിയ സ്ഥാനലബ്ധിയിൽ അദ്ദേഹത്തെ കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ അനുമോദിക്കുകയാണ്. ഈ പദവിയിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ഈ സമ്മേളനത്തിലേക്ക്, ഈ സ്നേഹാദരം എന്ന പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ആശംസാ പ്രസംഗങ്ങൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ആലത്തൂരിന്റെ പ്രിയപ്പെട്ട MP കുമാരി രമ്യ ഹരിദാസ് അവറുകളാണ്. വളരെ സുപരിചിതമായ ഒരു നാമമാണ് രമ്യ ഹരിദാസ് എന്നുള്ളത്. നമുക്ക് ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്ന കുമാരി രമ്യ ഹരിദാസിനെ നിങ്ങൾ ഏവരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കുന്നംകുളത്തിന്റെ പ്രിയപ്പെട്ട MLA ശ്രീ AC മൊയ്തീൻ സാറാണ്. മുൻ മന്ത്രിയായിട്ട് കുന്നംകുളം മേഖലയിൽ വൻ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ദേഹമാണ് ശ്രീ AC മൊയ്തീൻ സാർ. അദ്ദേഹം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വരികയും ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുവാൻ തക്കവണ്ണം എത്തിച്ചേരുകയും ചെയ്തതിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ പത്രോസ് OAC അവറുകളാണ്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുന്നംകുളത്തിന്റെ സാംസ്കാരിക മേഖലകളിലും ജീവകാരുണ്യ മേഖലയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പത്രോസ് അച്ഛൻ. തന്റെ ഫോട്ടോഗ്രാഫിയിലുള്ള വൈഭവം കൊണ്ട് ഏവർക്കും സുപരിചിതനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ നമ്മുടെ ഈ പ്രോഗ്രാം പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇവിടെ കടന്നു വന്ന് നമുക്ക് വേണ്ടുന്ന ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേരുകയും ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ഷമീർ സുലൈമാൻ കുന്നംകുളത്തിന്റെ IMA സെക്രട്ടറിയാണ്. അദ്ദേഹം ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. കുന്നംകുളം IMAക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന ഡോക്ടർ ഷമീർ സുലൈമാൻ അവരുകളെയും ആശംസാ സന്ദേശത്തിനായി എത്തിച്ചേർന്ന അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ വന്യ വൈദികരുടെ സാന്നിധ്യം, അനേക വൈദികർ നമ്മുടെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി മറുപടി പ്രസംഗം നടത്തുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ഗീവർ K വർഗീസ്, അദ്ദേഹം US നിന്നാണ് നമുക്ക് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ആർത്താറ്റ് സ്വദേശിയാണ്. അതുപോലെ തന്നെ മിസിസ് സിബിയ സിജി ലണ്ടനിൽ നിന്നാണ് മിസിസ് സിബിയ ജോയിൻ ചെയ്യുന്നത്. അവർ രണ്ടുപേരുമാണ് മറുപടി പ്രസംഗത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി റവറന്റ് ഫാദർ ജോസഫ് ചെറുവത്തു, കുന്നംകുളത്തെ സീനിയർ വൈദികനും മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ റവറന്റ് ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, മറ്റ് വൈദിക ശ്രേഷ്ഠരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്ന് നമ്മുടെ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന, ആദരവ് ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായിട്ട് അക്ഷീണം പ്രയത്നിച്ച കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ അംഗങ്ങൾ, അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് നടത്തുന്ന ഇതിന്റെ കൺവീനർ ശ്രീ ബിജു കൊള്ളന്നൂരിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Mr. Jinish Varghese. Now, it's my proud privilege to invite His Holiness Basilius Marthoma Paulus II for his blessed message for the day. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.
COVID-19 എന്ന മാരകവ്യാധിയിൽ ആരോഗ്യ പ്രവർത്തകരായി കഴിയുന്നവരെ ആദരിക്കുന്ന ഒരു സമ്മേളനമാണല്ലോ ഇത്. ആരോഗ്യ പ്രവർത്തകർ സ്വന്തം ജീവനും ജീവിതവും അപകടപ്പെടുത്താൻ തയ്യാറായിട്ടുള്ള നിലയിലാണ് അവിടെ അവരെ പ്രവർത്തിക്കുന്നത്. ഒരു കോവിഡ് രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും ഭയപ്പെടും. അവരെ അടുത്ത് ചെല്ലാൻ നമുക്ക് ഭയമാണ്, അവരോട് ഇടപഴകാൻ നമുക്ക് ഭയമാണ്. അത് ആ കോവിഡ് നമ്മെ ബാധിക്കുമോ എന്നുള്ളൊരു പാനിക് സിറ്റുവേഷനുണ്ട്. പക്ഷേ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ഇതിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കോവിഡ് ബാധിതരായിട്ടുള്ളവർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും എല്ലാം തന്നെ ആരോഗ്യ പ്രവർത്തകർ മൂലമുണ്ടാകുന്ന ആശ്വാസവും സൗഖ്യവും സമാധാനവും അത് വലിയ ഒരു നേട്ടമാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ആദരിക്കാമോ അവരെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗബാധിതർക്ക് സൗഖ്യം ലഭിക്കാനായി നാം പ്രാർത്ഥിക്കുകയും നമ്മുടെ ദൈവിക ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ പകർച്ചവ്യാധിയെ നമ്മിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ സ്മരിച്ചുകൊണ്ട് ഏവർക്കും ദൈവികമായ സമാധാനവും സൗഖ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you so much, His Holiness, for those great words of strength and inspiration. Now I invite Mr. P.C. Simon, President of COPA, for the presidential address. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, അഭിവന്ദ്യ യൂലിയോസ് തിരുമേനി, ഇന്ന് നമ്മളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആദരണീയനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ രാജേഷ്, നമ്മുടെ ബഹുമാനപ്പെട്ട MP കുമാരി രമ്യ ഹരിദാസ്, കുന്നംകുളത്തുകാരുടെ പ്രിയപ്പെട്ട MLA ശ്രീ AC മൊയ്തീൻ, നാഷണൽ YMCA പ്രസിഡന്റ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, മറ്റു വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട ആതുര സേവന പ്രവർത്തകരെ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഏവരുമേ, കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ COVID-19 മഹാമാരിയുടെ കാലത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഏവരെയും ആദരിക്കുക എന്നുള്ളത് ഏറ്റവും മഹനീയ കർത്തവ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും പരിപാലിക്കാൻ കഴിയാതെ മണിക്കൂറുകളോളം PP കിറ്റ് ധരിച്ച് കോവിഡ് ബാധിച്ച അനേകരെ ശുശ്രൂഷ ചെയ്യുന്ന ആതുര സേവന പ്രവർത്തകരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അവരെ ആദരിക്കുന്ന ചടങ്ങ് ഇത്രയും പ്രൗഢഗംഭീരമായി നടത്തുവാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന കുന്നംകുളത്തെ പ്രവാസികളായ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ആതുര സേവന പ്രവർത്തകരെയും ഞങ്ങൾ പ്രത്യേകം ആദരിക്കുന്നു, അവരെ അനുമോദിക്കുന്നു. സേവന രംഗത്ത് നിങ്ങൾ കാണിക്കുന്ന മാതൃക വളരെ വളരെ വിലയേറിയതാണ്. പ്രതിസന്ധി വേളകളിൽ തളരാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സേവനം ചെയ്യുന്ന നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. താങ്ക് യു. Thank you, Mr. P.C. Simon. ഈ സായം സന്ധ്യയിൽ മുഖ്യ അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് തൃത്താല നിയോജക മണ്ഡലം പ്രതിനിധിയും കേരള നിയമസഭാ സ്പീക്കറുമായ ബഹുമാനപ്പെട്ട MP രാജേഷ് അവർകളെയാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി ക്ഷണിക്കുന്നു. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കാൻ സ്നേഹാദരം എന്ന പരിപാടിക്ക് ഞാൻ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ആരോഗ്യ പ്രവർത്തകരുടെ സേവനം എത്ര വിലപ്പെട്ടതാണ് എന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാമാരിയിൽ ലോകമാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ സമാനതകളില്ലാത്ത സമർപ്പണ മനോഭാവത്തോടെയും ത്യാഗസന്നദ്ധതയോടെയും വൈറസിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുന്നണിയിൽ
അണിനിരന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. ഭൂമിയിലെ മാലാഖമാർ എന്ന വിശേഷണം അവർക്ക് ഏറ്റവും അനുയോജ്യമാണ്. ആ ആരോഗ്യ പ്രവർത്തകരെ ധാർമ്മികമായും ഭൗതികമായും എല്ലാം പിന്തുണയ്ക്കേണ്ടത്, അവർക്ക് പ്രചോദനം നൽകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ സ്നേഹാദരം എന്ന പരിപാടിയിലൂടെ നിർവഹിക്കുന്നത്. ഒരിക്കൽ കൂടി ആരോഗ്യ പ്രവർത്തകർക്ക് എൻ്റെ സ്നേഹാദരങ്ങൾ. സ്നേഹാദരം എന്ന പരിപാടിക്ക് എൻ്റെ ആശംസകൾ. Thank you so much, sir. Thank you for the wishes and support. We feel so glad that in spite of your busy schedule, you spent some time with us. Thank you. Now I would like to invite His Grace Givargis Mariulius, Assistant Metropolitan of Kudankulam Diocese and Head of Orthodox Media Wing, for the blessing message. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളെ ആദരിക്കുവാനുള്ള ഈ പ്രത്യേക ചടങ്ങിനെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ PC സൈമൺ അവറുകൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഇന്നുള്ള കേരളത്തിൻ്റെ ആദരണീയനായ നിയമസഭാ സ്പീക്കർ ശ്രീ MB രാജേഷ് അവറുകൾ, കുന്നംകുളത്തിൻ്റെ MB കുമാരി രമ്യ ഹരിദാസ് അവറുകൾ, കുന്നംകുളത്തിൻ്റെ MLA ശ്രീ AC മൊയ്തീൻ അവറുകൾ, ഈ സമ്മേളനത്തിന് ആശംസകൾ അറിയിക്കുകയും ഈ സമ്മേളനത്തിൽ ആദരിക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, കൊറോണ അഥവാ COVID-19 നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 2 വർഷം പൂർത്തീകരിക്കപ്പെടുവാൻ ഇനി മാസങ്ങൾ മാത്രമാണുള്ളത്. മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. എന്നാൽ ഈ യാത്ര ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന, പലപ്പോഴും ഈ യാത്രയുടെ ദുരന്ത അനുഭവങ്ങൾ നേരിൽ കാണുവാനും അതിൻ്റെ സാക്ഷികളാകുക മാത്രമല്ല അതിൻ്റെ വിക്ടിംസ് അഥവാ അതിൻ്റെ ഇരകളാകുവാനും വിധിക്കപ്പെട്ടവരാണ് ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ. ഇന്ന് അവരാണ് കൂടുതൽ പറയേണ്ടത്, അവരിൽ നിന്നാണ് നാം കൂടുതൽ കേൾക്കേണ്ടത്. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ്റെ ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ, അവരുടെ ഒരു രക്ഷാധികാരി എന്ന നിലയിൽ, പരിശുദ്ധ ബാവാതിരുമേനിക്ക് വേണ്ടിയും കുന്നംകുളത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്ത എന്ന നിലയിലും ബലഹീനനായ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഈ പ്രിയപ്പെട്ടവരുടെ സേവനം നിസ്തുലമാണ്. അതാദരിക്കപ്പെടണം, അവർ ബഹുമാനിക്കപ്പെടണം, അവരിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെയാണ്, ഒരു പക്ഷേ ഇതൊരു ചെറിയ മീറ്റിംഗ് ആണ്, എന്നാൽ കേരളത്തിൻ്റെ ആരാധ്യനായ ആദരണീയനായ നിയമസഭാ സ്പീക്കർ, അദ്ദേഹം നമുക്കെല്ലാം ഒരു വലിയ പ്രതീക്ഷയാണ്. യുവത്വത്തിൻ്റെ പ്രസരിപ്പ്, നീതിബോധമുള്ള വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതിനെ അദ്ദേഹത്തോടും കേരള നിയമസഭയോടും കേരള ഗവൺമെൻറ്റിനോടുമുള്ള അഗൈതവമായ നന്ദി പ്രത്യേകിച്ച് ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ശ്രീ AC മൊയ്തീൻ അവറുകൾ
കുന്നംകുളത്തിൻ്റെ MLA ആണ്, മുൻ മന്ത്രിയാണ്. ഞങ്ങളുടെ എല്ലാം വളരെ ശ്രേഷ്ഠമായ ഒരു സഹോദര സ്നേഹത്തിൽ നമ്മളെ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു രക്ഷാധികാരിയെ പോലെയാണ് കുന്നംകുളത്ത് എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. കുറെക്കൂടെ വലിയൊരു മേഖലയാണ് MP എന്ന നിലയ്ക്ക് നമ്മളെല്ലാം സ്നേഹപൂർവ്വം വിളിക്കുന്ന നമ്മുടെ രമ്യക്കുട്ടിക്ക്, നമ്മുടെ രമ്യ പെങ്ങൾക്ക്, ശ്രീമതി രമ്യ ഹരിദാസിന് ഉള്ളത്. അവരും ഈ നാടിന് വേണ്ടി, ഈ നാടിൻ്റെ എല്ലാ വിധത്തിലുമുള്ള ഉന്നമനത്തിന് വേണ്ടി ഏറെ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇവരിലെല്ലാം ഉള്ള ഒരു വ്യക്തിപ്രാഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേശം ഇന്ന് അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ സാന്നിധ്യം ഈ സമ്മേളനത്തിന് ലഭിക്കുന്നു എന്നുള്ളതിൽ ഇതിൻ്റെ ചുമതലപ്പെട്ടവരിൽ ഒരംഗം എന്നുള്ള നിലയ്ക്ക് അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നാം ഒന്നാണ്. ഈ പ്രതിസന്ധികളെ ധൈര്യത്തോടെ അതിജീവിക്കണം. അതിജീവന കല അത് നാം വളർത്തിയെടുക്കണം. നിരാശപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പേടിച്ചിരുന്നിട്ടോ കാര്യമില്ല. ജാഗ്രതയോടെ ഇടപെടണം. അങ്ങനെ ജാഗ്രതയോടെ ഇടപെടുവാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും, അത് ചിലിയിലോ ബ്രസീലിലോ ആഫ്രിക്കയിലോ ആയാൽ പോലും, യമൻ്റെ കൂടെ ചുമതലയുള്ള മെത്രാപ്പൊലിത്തയാണ് ഞാൻ. യമനിൽ മലയാളി നഴ്സുമാർ ഏറ്റവും ചുരുങ്ങിയത് ഒരു കാലത്ത് 5000 പേരെങ്കിലും ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും മലയാളി നഴ്സുമാരും ഡോക്ടർമാരും അവരുടെ സാന്നിധ്യം എവിടെയുണ്ട്. അവരെ കാണുന്നത് അനുഗ്രഹമാണ്. അവർ മാലാഖമാരാണ് എന്ന് ജർമ്മനിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ജർമ്മൻകാർ പറയുമായിരുന്നു. ഒരു മലയാളി നഴ്സാണ് വരുന്നതെങ്കിൽ ഞങ്ങളുടെ അസുഖം അവിടെ തന്നെ പകുതി ഭേദമായി എന്ന് പറയുന്ന സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. നഴ്സിംഗ് രംഗത്ത്, ഡോക്ടർമാരുടെ രംഗത്ത്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ രംഗത്ത്, ലാബ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ രംഗങ്ങളിലും അഹോരാത്രം ഊണും ഉറക്കവും കുടുംബവും എല്ലാം മറന്ന്, അത് പണത്തിന് വേണ്ടിയല്ല. പണമൊന്നും അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല. പണം എത്ര കിട്ടുന്നു നോക്കുവാനോ ആ പണം കൊണ്ട് എന്തെങ്കിലും മേടിക്കാനോ ഒന്നുമുള്ള സമയം അവർക്കില്ല. 24/7 അവർ പ്രവർത്തന നിരതരായിട്ട് ആരെയും കാണിക്കാൻ, കാരണം അവർക്ക് മാസ്ക് എടുക്കാൻ നിവൃത്തിയില്ല. PP കിറ്റിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് വ്യക്തിത്വത്തെ, കുടുംബത്തെ എല്ലാം മറന്നുകൊണ്ട് ഈ കൊറോണ പാൻഡമിക്കിനെ നേരിടുന്ന നമ്മുടെ എല്ലാ ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന പ്രവർത്തകരുടെ മുന്നിൽ സമൂഹത്തിന് വേണ്ടി, മലങ്കര സഭയ്ക്ക് വേണ്ടി എല്ലാം കൂപ്പുകൈ സമർപ്പിക്കുന്നു. നിങ്ങളുടെ സേവനം ഈ രാഷ്ട്രം മാനിക്കും, ദൈവം മാനിക്കും, സഭ മാനിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹപ്രദമായ ഒരു സന്ദേശം നമുക്ക് നൽകിയ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയോടുള്ള നന്ദിയും ആദരവും ഇവിടെ ഞങ്ങൾ അർപ്പിക്കുന്നു. ആരോഗ്യ മേഖലയിലെ മുന്നണി പോരാളികളെ ആദരിക്കുന്ന ഈ വേളയിൽ മുൻ ചീഫ് ജസ്റ്റിസും YMCA നാഷണൽ പ്രസിഡന്റുമായ ജസ്റ്റിസ് ജേക്കബ് ബെഞ്ചമിൻ കോശി അവർകളെ ഹാർദവുമായി ക്ഷണിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ ഈ COVID-19 കാലത്ത് സ്വന്തം ജീവൻ പോലും പരിഗണിച്ച് പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കാൻ കൂടുന്ന ആദരിക്കുന്നതെന്ന് വളരെയേറെ സന്തോഷമുണ്ട്. പ്രവർത്തകർ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഒരു ഓർത്തഡോക്സ് അസോസിയേഷൻ കൂടുകയും അവിടെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
പ്രവാസികളുടെ ഇടയിൽ കുന്നംകുളത്ത് ഭാഗത്തു നിന്ന് പോയിട്ടുള്ള ആൾക്കാർ വളരെയേറെ നല്ല കാര്യങ്ങളാണ് പ്രവാസികളുടെ ഇടയിൽ അവരുടെ നാട്ടിൽ ചെയ്തത്. ഇന്ന് ഈ COVID-19 കാലത്ത് ധാരാളം ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിക്കുകയും ചിലർക്ക് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്വന്തം പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവര് ശരിക്കും ത്യാഗികളായിട്ടാണ് ജോലി ചെയ്തത്. അങ്ങനെ മനുഷ്യ സമൂഹത്തിന് വേണ്ടി വലിയൊരു സേവനമാണ് ചെയ്തത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുന്നംകുളത്ത് നിന്ന് പ്രവർത്തിക്കുന്ന പ്രവാസികളായ എല്ലാ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാര്, നഴ്സസ്, മറ്റുള്ള ആരോഗ്യ മേഖലകൾ സമീപത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാര് എല്ലാവർക്കും വളരെയേറെ അഭിനന്ദനങ്ങൾ അർപ്പിക്കേണ്ടതാണ്. അവർ ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാ പ്രവൃത്തികൾക്കും ദൈവം അവർക്ക് പ്രതിഫലം നൽകും. അവരെല്ലാവർക്കും എല്ലാം നന്ദി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത ഓർത്തഡോക്സ് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷനിലെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് പ്രസിഡന്റ് PC സൈമൺ, സെക്രട്ടറി ദിനീഷ് വർഗീസ് തുടങ്ങിയ എല്ലാ പ്രവർത്തകർക്കും, എല്ലാ സംഘാടകർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്ദിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ പ്രഭാഷണം കൊടുത്തു. Thank you so much for the wishes, sir. Now I invite Ms. Ramya Haridas, Honorable MP, for the felicitation. എല്ലാവർക്കും നമസ്കാരം. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഈ സൂമിലൂടെ നടക്കുന്ന സമ്മേളനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അഭിവന്ദ്യരായ തിരുമേനിമാർ, MLA ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ജനപ്രതിനിധികൾ, സൂമിലൂടെ ഞങ്ങളുടെയൊക്കെ വാക്കുകൾ കേൾക്കുന്ന നല്ലവരായ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, കോവിഡിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ സമ്മേളനത്തിൽ കോവിഡ് പ്രതിസന്ധിയിൽ ഓരോ മേഖലയിലേക്കും, ഓരോ ആളുകളുടെ ഇടയിലേക്കും ആരോഗ്യ പ്രവർത്തകർ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ പറയാതിരിക്കാൻ സാധ്യമല്ല. അതിന് നേതൃത്വം കൊടുത്ത ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുന്നതോടൊപ്പം ആ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളും ഈ ആരോഗ്യ പ്രവർത്തനങ്ങളിലൊക്കെ ത്യാഗം ചെയ്ത് ഈ പ്രവർത്തനത്തിന് പിന്തുണ നൽകിയ ആളുകളാണ്. കുടുംബാംഗങ്ങളെയും ആദരിക്കുന്ന ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. തുടർന്നും ഓർത്തഡോക്സ് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോവിഡിന്റെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് മികച്ച രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കോവിഡിനെ പ്രതിരോധിക്കാം. Thank you, ma'am. As you said, together we can fight against the spread of COVID-19. Let me invite our Honorable MLA, Mr. AC Moitin, for the felicitation. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ സ്നേഹാദരം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കോവിഡ് എന്ന മഹാമാരി ലോകത്താകെ വിവിധ മേഖലകളിൽ സാമൂഹ്യ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ ജനജീവിതം ഏറെ ദുരിതപൂർണമായൊരു കാലഘട്ടം കൂടിയാണിത്. ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും മറന്ന്, മക്കളെയും കുടുംബത്തെയും മറന്ന്, രോഗബാധിതരും രോഗം ബാധിക്കാതിരിക്കാനും ആയ എല്ലാവർക്കും ആവശ്യമായ സേവനവും അതുപോലെ തന്നെ സഹായവും പ്രദാനം ചെയ്യുന്നവരാണ് ഭൂമിയിലെ മാലാഖമാർ എന്ന് പറയുന്ന ആരോഗ്യ പ്രവർത്തകർ. ആരോഗ്യ പ്രവർത്തകരുടെ നിസ്തുലമായ ഈ സേവനം നമ്മുടെ നാട് ഏറെ വിലമതിച്ച ഒരു കാലഘട്ടമാണിത്. കോവിഡ് എന്ന മഹാമാരിയെയും നമുക്ക് അതിജീവിക്കാനാവും. ആരോഗ്യ പ്രവർത്തകരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക, അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പ്രവാസി അസോസിയേഷൻ്റെ ഈ നല്ല സംരംഭം ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കാനും നടത്തുന്ന ഈ പരിശ്രമം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവരെ മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനൊരു വിഭാഗം അവർ നടത്തുന്ന സേവനങ്ങളെ ആദരിക്കുകയും കൂടി ചെയ്യുന്നതാണ്. ഈ സേവനങ്ങൾ
മാതൃകാപരമായി തീർന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു. Thank you, sir, for the words of encouragement and support. മുന്നണി പോരാളികളുടെ ത്യാഗത്തെയും സമർപ്പണത്തെയും ധൈര്യത്തെയും പ്രതിപാദിക്കുന്ന ഒരു കാവ്യാവിഷ്കാരം. സുധീർ പുൽക്കോട്ടിന്റെ വരികൾക്ക് ആലാപനവും സംഗീതവും നൽകിയിരിക്കുന്നത് അജിത സുരേഷ്. ടിനു വി കുഞ്ഞുമോന്റെ ദൃശ്യഭംഗിയിൽ ഒരുക്കിയ ഈ കാവ്യഭാഗം സ്നേഹാദരം എന്ന പരിപാടിയുടെ ഭാഗമായി ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു. ആതുരമാണീ ലോകം ജീവിതയാതന തിങ്ങിയ കെടുകാലം പാടുകയാണെന്നിട്ടും നമ്മൾ നാളെകൾ നീട്ടിയ ചില്ലകളിൽ പ്രാണനു വേണ്ടി പിടയും ജീവിത നാടകമല്ലോ നാടെങ്ങും. ഓടുകയാണതിവേഗം നിലവിളിയൊച്ചകൾ ചിറകുകളാകുമ്പോൾ പറന്നു പറന്നു പക്ഷം തളർന്ന് കൂട്ടിലണഞ്ഞു കിതയ്ക്കുമ്പോൾ മറ്റൊരു ദൈന്യത മറ്റൊരു വേദന കാതിലലച്ചു വിളിക്കുന്നു. പിഴവുകളെങ്ങാൻ പിണഞ്ഞുവെന്നാൽ പുഞ്ചിരി കൊലവിളിയാകുന്നു. പാതി അറിഞ്ഞവർ പലവിധ കഥകൾ തള്ളിമറിച്ചു രസിക്കുന്നു. പിപ്പിക്കിറ്റും ഗ്ലാസും മാസ്കും മാറ്റും നേരം കാണുന്നു. പാടെ വിളർത്തു തളർന്നൊരു ജീവിതയന്ത്രമതിങ്കലിരിക്കുന്നു. പൊരുതുകയാണെന്നിട്ടും ചുണ്ടിൽ ചിരിയും മൊഴിയിൽ മധുരവുമായി ശാസ്ത്രമതിൻ്റെ പൊതിച്ചോറെന്നും ചൂടാറാതെ വിളമ്പുന്നു. തളരുകയില്ലീ ധവളിമ തെല്ലും നിഴലുകളെത്ര പടർന്നാലും പൊന്നല ചാർത്തിയൊരമ്പിളിവാനിലുദിക്കുമിതൊക്കെ മറക്കും നാം. അറിവിനെ മാത്രം നമ്പുക വയ്യെന്നറിയുക ശാസ്ത്രവിശാരദർ നാം. അറിയേണ്ടതിനെ നമിക്കാം വിനയപ്പെട്ടു പുതച്ചു നടക്കുക നാം. നമിച്ചിടുന്നു ആതുര സേവന സേനാധിപരേ സോദരരേ. നമിച്ചിടുന്നു ആതുര സേവന സേനാധിപരേ സോദരരേ. ജീവനെടുക്കുമദൃശ്യ കണത്തെ പറിച്ചു നീക്കും സ്നേഹിതരേ. ജീവനെടുക്കുമദൃശ്യ കണത്തെ പറിച്ചു നീക്കും സ്നേഹിതരേ. Thank you so much for the heart-touching lyrics by Mr. Sudhir Pulikottil. Beautiful rendition by Mrs. Ajita Suresh and great visualization by Mr. Tinu V. Kunyumon. Now, let's move on to the stars of the show, inviting your attention to watch this video. COVID-19 എന്ന മഹാമാരിയിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരെ ഈ അവസരത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്മരിക്കുന്നു. തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് അവർ നൽകിയ സ്നേഹത്തിനും സ്വാന്തനത്തിനും സ്നേഹാദരങ്ങൾ.
ഡോക്ടർ മാത്യു സക്രിയ, ഒപ്തമോളജിസ്റ്റ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഹോസ്പിറ്റൽ, ദിബ, ഒമാൻ. കുന്നംകുളം പനക്കൽ കുടുംബാംഗവും ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവാംഗവുമാണ്. ഇപ്പോൾ അങ്കമാലിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പ്രിയ ഡോക്ടർക്ക് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ സ്നേഹാദരങ്ങൾ സമർപ്പിക്കട്ടെ. ശ്രീമതി ബ്ലെസി പൗലോസ്, എമിറേറ്റ്സ് ഹോസ്പിറ്റൽ ജുമൈറ, ദുബായിയിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. പഴഞ്ഞി വടക്കേ തലയ്ക്കൽ ഷൈജൻ വി സൈമന്റെ സഹധർമ്മിണിയും പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാംഗവുമാണ്. ശ്രീമതി ബ്ലെസിക്ക് ഞങ്ങളുടെ സ്നേഹാദരവുകൾ. മിസ്റ്റർ റിനു ജോർജ്, സെയിൽസ്ബറി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ലണ്ടനിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. മിസ്റ്റർ സി ജോർജിന്റെ മകനും ചുവന്നൂർ ചെറുവത്തൂർ കുടുംബാംഗവുമാണ്. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗം. മിസ്റ്റർ റിനു ജോർജിനെ ഞങ്ങളുടെ എല്ലാ സ്നേഹവും ആദരവും അറിയിക്കട്ടെ. നിത തങ്കച്ചൻ, ഓക്സ്ഫോർഡ് ഹോസ്പിറ്റൽ, ഇംഗ്ലണ്ടിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. മിസ്റ്റർ സിജിൻ തമ്പിയുടെ സഹധർമ്മിണിയാണ്. കുന്നംകുളം പാർന്നൂർ കൊള്ളന്നൂർ കുടുംബാംഗവും സെന്റ് ലാസറസ് പഴയ പള്ളി ഇടവാംഗവുമാണ്. ശ്രീമതി നിതയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ സ്നേഹാദരങ്ങളും സമർപ്പിക്കുന്നു. മിസ്റ്റർ സിജിൻ തമ്പി, ഓക്സ്ഫോർഡ് ഹോസ്പിറ്റൽ, ഇംഗ്ലണ്ടിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. മിസ്റ്റർ KC തമ്പിയുടെ മകനും കുന്നംകുളം പാർന്നൂർ കൊള്ളന്നൂർ കുടുംബാംഗവുമാണ്. സെന്റ് ലാസറസ് പഴയപള്ളി ഇടവാംഗം. മിസ്റ്റർ സിജിന് കോപ്പിയുടെ സ്നേഹാദരവുകൾ. ശ്രീമതി ബിദ റോബി, അൽനാദ ഹോസ്പിറ്റൽ, മസ്കറ്റിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ശ്രീ വിൻസെന്റ് കൊള്ളന്നൂരിൻ്റെ സഹധർമ്മിണിയും പെഞ്ഞാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗവുമാണ്. ശ്രീമതി ബിദയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ സ്നേഹാദരവുകളും സമർപ്പിക്കട്ടെ. റോഷിനി M. അനിൽ, കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ മെമ്പറായിരിക്കുന്ന മിസ്റ്റർ രോഹിത് M. അനിലിന്റെ സഹോദരിയും കാണിപ്പയ്യൂർ മുകിലിശ്ശേരി കുടുംബാംഗവുമാണ്. അടുപ്പുട്ടി സെന്റ് ജോർജ് പള്ളി ഇടവാംഗം. ഡോക്ടർ റോഷിനിക്ക് കോപ്പിയുടെ സ്നേഹാദരവുകൾ. ശ്രീ ഗീവർഗീസ് പുലിക്കോട്ടിൽ, ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ സേവനമനുഷ്ഠിക്കുന്നു. മിസ്റ്റർ PV ജെയിംസിന്റെ മകനും പഴഞ്ഞി പുലിക്കോട്ടിൽ കുടുംബാംഗവുമാണ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാംഗം. മിസ്റ്റർ ഗീവർഗീസിനെ കോപ്പയുടെ എല്ലാവിധ സ്നേഹാദരവുകളും സമർപ്പിക്കട്ടെ. ഗീതു ഗീവർ, മെഡി ക്ലിനിക് ജുമൈറ, ദുബായിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. മിസ്റ്റർ റോണി റോയുടെ സഹധർമ്മിണിയും ചുവന്നൂർ പൊറത്തൂർ കുടുംബാംഗവുമാണ്. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗം. മിസിസ് ഗീതുവിന് ഞങ്ങളുടെ സ്നേഹാദരവുകൾ. ശ്രീമതി ജീന ജോയ്, ദിബ ഹോസ്പിറ്റലിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. ശ്രീ ഫെബിൻ P. ഉണ്ണിയുടെ സഹധർമ്മിണിയും പഴഞ്ഞി പുലിക്കോട്ടിൽ കുടുംബാംഗവുമാണ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാംഗം. മിസിസ് ജീനയ്ക്ക് കോപ്പയുടെ സ്നേഹാദരവുകൾ സമർപ്പിക്കട്ടെ. ഡോക്ടർ അലക്സാണ്ടർ ഫിലിപ്പ്, കോൾച്ചസ്റ്റർ ഹോസ്പിറ്റൽ, UK-യിൽ അനസ്തേഷ്യസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നു. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മിസ്റ്റർ PC സൈമന്റെ സണ്ണിൻ ലോയാണ്. പ്രിയ ഡോക്ടർക്ക് ഞങ്ങളുടെ എല്ലാവിധ സ്നേഹാദരങ്ങളും സമർപ്പിക്കുന്നു. ശ്രീ ജിജോ ജോൺ, മെക്ക മെഡിക്കൽ സെന്റർ, സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ആർത്താറ്റ് നെയ്യൻ ജോണിൻ്റെ മകനും ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവാംഗവുമാണ്. ശ്രീ ജിജോ ജോണിനെ ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ. ഡോക്ടർ സീസൺ പീറ്റർ, ഷാർജ ബാസ്മ ഡെന്റൽ ക്ലിനിക്കിൽ ഡെന്റിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നു. ആർത്താറ്റ് നെയ്യൻ വിൽസന്റെ മകനും ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവാംഗവുമാണ്. ഡോക്ടർക്ക് കോപ്പിയുടെ എല്ലാവിധ സ്നേഹാദരവുകളും. ശ്രീമതി മോളി ഷാജി, മെഡി ക്ലിനിക്, അബുദാബിയിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. മിസ്റ്റർ ഷാജി വർഗീസിന്റെ സഹധർമ്മിണിയും കുന്നംകുളം അടുപ്പുട്ടി അന്തിക്കാട് കുടുംബാംഗവുമാണ്. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗം. ശ്രീമതി മോളിക്ക് ഞങ്ങളുടെ സ്നേഹാദരവുകൾ. മിസിസ് ജിനി P. കുര്യൻ, കിങ് ഫൈസൽ ജനറൽ ഹോസ്പിറ്റൽ, അൽഹാസ, സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു.
മിസ്റ്റർ ഡിറ്റോ ഡേവിഡിന്റെ സഹധർമ്മിണിയും കാഞ്ഞിരത്തിങ്കൽ ചീരൻ കുടുംബാംഗവുമാണ്. മൂലേപ്പാട് മാർ ബാസേലിയോസ് മാർ ഗീഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗം. ശ്രീമതി ജിനിക്ക് ഞങ്ങളുടെ സ്നേഹാദരവുകൾ. ഡോക്ടർ ഗീവർ കെ വർഗീസ്, US-ലുള്ള ഹെൻറി ഫോർഡ് മാക്കോപ്പ് ഹോസ്പിറ്റൽ, മിച്ചിഗാൻ, ഡോക്ടർ ഓഫ് ഫിസിക്കൽ തെറാപ്പിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നു. ആർത്താറ്റ് പള്ളിയിലെ പ്രധാന ശുശ്രൂഷകനായ ശ്രീ വർഗീസ് ഏട്ടൻ്റെ മകനും ആർത്താറ്റ് കണ്ണനായ്ക്കൽ കുടുംബാംഗവുമാണ്. ഡോക്ടർ ഗീവർ കെ വർഗീസിനെ ഞങ്ങളുടെ സ്നേഹാദരവുകൾ. മിസിസ് ആൻസി വർഗീസ്, US-ലുള്ള മാക്ലാൻ മാക്കോബ് ഹോസ്പിറ്റലിൽ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്നു. ഡോക്ടർ ഗീവർ കെ വർഗീസിന്റെ സഹധർമ്മിണിയും കുന്നംകുളം ആർത്താറ്റ് കണ്ണനായ്ക്കൽ കുടുംബാംഗവുമാണ്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകാംഗം. ശ്രീമതി ആൻസി വർഗീസിനെ ഞങ്ങളുടെ സ്നേഹാദരവുകൾ. ശ്രീമതി സുമ MA, മാൾട്ടയിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. ശ്രീ ഗിലേഷ് വർഗീസിന്റെ സഹധർമ്മിണിയും ആർത്താറ്റ് കണ്ണനായ്ക്കൽ കുടുംബാംഗവുമാണ്. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകാംഗം മിസിസ് സുമയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ സ്നേഹാദരവുകളും അറിയിക്കുന്നു. മിസിസ് സിബിയ സിജിൻ, കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ UK-യിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. മിസ്റ്റർ സിജിൻ കുര്യാക്കോസിന്റെ സഹധർമ്മിണിയും ചേലക്കര ചെറുവത്തൂർ കുടുംബാംഗവുമാണ്. ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗം. മിസിസ് സിബിയയ്ക്ക് ഞങ്ങളുടെ സ്നേഹാദരവുകൾ. മിസ്റ്റർ ജെയ്സൺ ജോബ്, ലുക്സ്റ്റോൺ കെയർ സെന്റർ, കെന്റ്, UK-യിൽ സീനിയർ കെയററായി ജോലി ചെയ്യുന്നു. പഴഞ്ഞി ചെറുവത്തൂർ കുടുംബാംഗവും പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാംഗവുമാണ്. ശ്രീ ജെയ്സൺ ജോബിനെ ഞങ്ങളുടെ സ്നേഹവും ആദരവുകളും അറിയിക്കട്ടെ. സ്റ്റെഫീസ് ജെയ്സൺ, അബാർട്സ്ലെ കെയർ ഹോം UK-യിൽ സീനിയർ ഹെൽത്ത് വർക്കറായി സേവനമനുഷ്ഠിക്കുന്നു. മിസ്റ്റർ ജെയ്സൺ ജോബിന്റെ സഹധർമ്മിണിയും പഴഞ്ഞി ചെറുവത്തൂർ കുടുംബാംഗവുമാണ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകാംഗം. ശ്രീമതി സ്റ്റെഫി ജെയ്സിന് ഞങ്ങളുടെ സ്നേഹാദരവുകൾ. മിസിസ് നീതു ഷൈൻ, ന്യൂ KOC ഹോസ്പിറ്റൽ അഹമ്മദി, കുവൈറ്റിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. മിസ്റ്റർ ഷൈൻ ടി ലെവിയുടെ സഹധർമ്മിണിയും കടവല്ലൂർ തോലത്ത് കുടുംബാംഗവുമാണ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകാംഗം. ശ്രീമതി നീതുവിനെ കോപ്പയുടെ എല്ലാ സ്നേഹാദരവും സമർപ്പിക്കുന്നു. ഡോക്ടർ ജിന ജോസ്, സിഡ്നിയിൽ ന്യൂ കാസ്റ്റൽ ഹോസ്പിറ്റലിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. കരിക്കാട് ചെറുവത്തൂർ ജോസിന്റെ മകളും കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗവുമാണ്. ഡോക്ടർ ജിന ജോസിനെ കോപ്പയുടെ എല്ലാ സ്നേഹാദരങ്ങളും. ശ്രീമതി ലിജി ടിങ്കു, ഷെയർവുഡ് ഫോറസ്റ്റ് ഹോസ്പിറ്റൽ UK-യിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. മിസ്റ്റർ ടിങ്കുവിൻ്റെ സഹധർമ്മിണിയും ചെറുവത്തൂർ കുടുംബാംഗവുമാണ്. ഇപ്പോൾ കോയമ്പത്തൂരിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ശ്രീമതി ലിജി ടിങ്കുവിനെ കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ സ്നേഹാദരവുകൾ. മിസിസ് ലിനി നിനോ, NHS സെയിൽസ്ബറി ഹോസ്പിറ്റൽ UK-യിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. മിസ്റ്റർ നിനോ PKയുടെ സഹധർമ്മിണിയും പഴഞ്ഞി പുൽക്കോട്ടിൽ കുടുംബാംഗവുമാണ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാംഗം. ശ്രീമതി ലിനിക്ക് കോപ്പിയുടെ എല്ലാ സ്നേഹാദരങ്ങളും. മിസ്റ്റർ ജിയോ തോമസ്, ഡോക്ടർ സുലൈമാൻ അൽ ഹബീബ് ഹോസ്പിറ്റൽ, ദുബായിൽ ഫാർമിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നു. മരത്തങ്കോട് ചുങ്കത്ത് തോമസിന്റെ മകനും മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവാംഗവുമാണ്. ശ്രീ ജിയോ തോമസിനെ ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ. മിസിസ് ലില്ലി ജോൺസൺ, കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ സീനിയർ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ മെമ്പർ ശ്രീ ലിജോ ജോൺസന്റെ മാതാവും കാണിപ്പയ്യൂർ വടക്കേ തലക്കൽ ജോൺസന്റെ സഹധർമ്മിണിയുമാണ്. മൂലേപ്പാട് മാർ ബാസേലിയോസ് മാർ ഗീഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗം. ശ്രീമതി ലില്ലി ജോൺസനെ ഞങ്ങളുടെ സ്നേഹാദരവുകൾ. ശ്രീമതി ജിബി രാജ്, സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ അജ്മാനിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. പഴഞ്ഞി പുലിക്കോട്ടിൽ രാജന്റെ മകളും നമ്മുടെ മെമ്പറായിരിക്കുന്ന ജിജോ രാജന്റെ സഹോദരിയുമാണ്.
ശ്രീമതി ജിബി രാജിനെ ഞങ്ങളുടെ സ്നേഹാദരവുകൾ. മിസിസ് സൗമ്യ നെൽസൺ, മെഡി ക്ലിനിക് ദുബായിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. മിസ്റ്റർ നെൽസൺ ജോർജിന്റെ സഹധർമ്മിണിയും മരത്തങ്കോട് ചുങ്കത്ത് കുടുംബാംഗവുമാണ്. മരത്തങ്കോട് സെന്റ് ഗീഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗം. ശ്രീമതി സൗമ്യ നെൽസനെ കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ എല്ലാ സ്നേഹാദരങ്ങളും. ശ്രീമതി ജിമി എബി, അൽഷാർക്ക് ഹോസ്പിറ്റൽ ഫുജറ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനായി സേവനമനുഷ്ഠിക്കുന്നു. പഴഞ്ഞി ചെറുവത്തൂർ മിസ്റ്റർ എബിയുടെ സഹധർമ്മിണിയും പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാംഗവുമാണ്. ശ്രീമതി ജിമിക്ക് ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ. ശ്രീമതി ബിജി വർഗീസ്, റാസൽഗൈമ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററിൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. ശ്രീ സോണി ജോൺസന്റെ സഹധർമ്മിണിയും വരവൂർ ചെറുവത്തൂർ കുടുംബാംഗവുമാണ്. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗം. ശ്രീമതി ബിജിക്ക് കോപ്പയുടെ സ്നേഹാദരങ്ങൾ. ശ്രീമതി ഷാരോൺ കെ ബാബു, ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. നമ്മുടെ കമ്മിറ്റി മെമ്പർ ശ്രീ പിൽജോ പോളിന്റെ സഹധർമ്മിണിയും കാട്ടകാമ്പാൽ പുലിക്കോട്ടിൽ കുടുംബാംഗവുമാണ്. കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗം. ശ്രീമതി ഷാരോണിനെ ഞങ്ങളുടെ സ്നേഹവും ആദരവും സമർപ്പിക്കുന്നു. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ കുടുംബത്തിലെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള 30-ലധികം വരുന്ന ആരോഗ്യ മേഖലയിലെ മുന്നണി പോരാളികളെ അഭിനന്ദിക്കാൻ കിട്ടിയ ഈ അവസരത്തിനായി സർവശക്തനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഇത്തരം അനുമോദനങ്ങൾ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനായി അവർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ആശംസ അറിയിക്കുന്നതിനായി കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പളും കുന്നംകുളത്തെ സാമൂഹ്യ മേഖലയിലെ നിറസാന്നിധ്യവുമായ ഫാദർ പത്രോസ് OICയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ബാവാ തിരുമേനി, അഭിവന്ദ്യ യൂലിയോസ് തിരുമേനി, ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ആരോഗ്യ പ്രവർത്തകരെ അനുമോദിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കുന്നംകുളം പ്രവാസി അസോസിയേഷൻ ഭാരവാഹികൾ, അതിലെ അംഗങ്ങൾ, ഇന്ന് ആദരവ് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവർ, പരിശുദ്ധ ബാവാ തിരുമനസിൻ്റെ തൃക്കൈ മുത്തിക്കൊണ്ട് എല്ലാവർക്കും നമസ്കാരം. സാഹസികത ആനന്ദമാണ്, ആനന്ദമാണ് ജീവിതം എന്ന് ജോർജ് മാലോറി. കോവിഡ് പടർന്നു പിടിച്ചിരിക്കുന്ന ഈ കാലഘട്ടം ജീവിക്കൽ തന്നെ സാഹസികതയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ ജീവിതം എത്രമാത്രം സാഹസികതയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും ഇവിടെയാണ്. സന്നദ്ധ പ്രവർത്തകരായി സേവനം ചെയ്യുന്നതിന് സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ ആതുര ശുശ്രൂഷകരെ ഞാൻ മനസ്സുകൊണ്ട് നമിക്കുന്നു. എല്ലാ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും രോഗികളായിരിക്കുന്നവരെ പുഞ്ചിരിയോടെ ആശ്വസിപ്പിക്കാനും സാന്ത്വനം കൊടുക്കാനും മനസ്സ് കാണിക്കുന്ന ഈ ഭൂമിയിലെ മാലാഖമാരുണ്ടല്ലോ, അവരാണ് ശരിക്കും പച്ച മനുഷ്യർ. രോഗവും രോഗത്തെ ചികിത്സിക്കലും ഇന്ന് തുടങ്ങിയതല്ല, ആതുര ശുശ്രൂഷകളും ഇന്ന് തുടങ്ങിയതല്ല. നിരവധി കാലങ്ങൾക്ക് മുമ്പ് തന്നെ തുടർന്നു വരുന്നതാണ് അതൊക്കെ. 2018 കോഴിക്കോട് ചെങ്ങരോത്ത് ഒരു രോഗം പടർന്നിരുന്നു. നമുക്കൊക്കെ അത് ഓർമ്മയുണ്ടാവും, നിപ്പ രോഗം. അവിടെ ശുശ്രൂഷിച്ച് അവരിലൂടെ ഇറങ്ങി നടന്ന് രോഗം സ്വീകരിച്ച് മരിച്ചുപോയ ഒരു നേഴ്സുണ്ട്. നമ്മളൊക്കെ അവരെ മറന്നു തുടങ്ങിയിട്ടുണ്ട്. ലിനി പുതുശ്ശേരി എന്നാണ് അവരുടെ പേര്. ഇന്ത്യയുടെ ഹീറോ എന്നാണ് ലോകം അവരെ വാഴ്ത്തുന്നത്. അവർക്ക് മുമ്പിൽ കൂടി പ്രണമിച്ചുകൊണ്ട് ഞാൻ ഈ ആരോഗ്യ പ്രവർത്തകരെ അനുമോദിക്കട്ടെ. ഇവരുടെ പ്രവർത്തനങ്ങളെ ഒന്ന് സംക്ഷേപിച്ചാൽ, സ്വന്തം ആവശ്യങ്ങൾ പരിഗണിക്കാതെ
രോഗികൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ. രോഗം പടർന്നു പിടിക്കാം, സ്വന്തം ശരീരത്തിലും അത് ബാധിക്കാം എന്നുള്ള പ്രശ്നം നിൽക്കുമ്പോഴും പുഞ്ചിരിയോടെ അതിനെ സ്വീകരിക്കാൻ തയ്യാറായി രോഗികളുടെ ശുശ്രൂഷ ഏറ്റെടുക്കുന്നവർ. മരണക്കിടക്കയിൽ കിടക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന മാലാഖമാർക്ക് തുല്യരായവർ. ചികിത്സ പ്രധാനമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശ്വാസം കിട്ടാതെ വലയുന്നവരെക്കുറിച്ച് ആവലാതി പറയുന്നവർ. തങ്ങളെ കൊണ്ട് ആകാവുന്നിടത്തോളം ഈ രോഗികൾക്ക്, സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുന്ന നല്ല മനുഷ്യർ. കുടുംബവും ബന്ധുമിത്രാദികളെയും ഒക്കെ വിട്ട് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർ, ഐസൊലേഷൻ വാർഡുകളിൽ പ്രവർത്തിക്കുന്നവർ. അങ്ങനെ എത്രമാത്രം പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. ഈ ആതുര ശുശ്രൂഷകരെ, സന്നദ്ധ പ്രവർത്തകരെ, ആരോഗ്യ പ്രവർത്തകരെ മനസ്സുകൊണ്ട് ഞാൻ നമിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതേസമയം നാം ഓർമ്മിക്കേണ്ടത് ഇവരും മെഷീനല്ലാത്ത പച്ച മനുഷ്യരാണ് എന്നാണ്. ഇന്ന് കുന്നംകുളം പ്രവാസി അസോസിയേഷൻ്റെ ആദരവ് സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്നേഹിതരോട് മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട് അവർക്ക് അനുമോദനം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി. Thank you, Father, for once again reminding us about the courage, love, and commitment of our healthcare workers. At this moment of gratitude, we salute Sister Lini Puducherry, who sacrificed her life in the battle against Nipah virus. ആശംസ അറിയിക്കുന്നതിനായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കുന്നംകുളം സെക്രട്ടറിയായ ഡോക്ടർ ഷമീർ സുലൈമാനെ ഹാർദവമായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുന്നംകുളം പ്രവാസി അസോസിയേഷൻ അംഗങ്ങൾക്ക് IMA കുന്നംകുളം ബ്രാഞ്ചിൻ്റെ അനുമോദനങ്ങൾ. ഞാൻ IMA കുന്നംകുളം ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ഡോക്ടർ ഷമീർ സി സുലൈമാൻ, കുന്നംകുളം സൗത്ത് സോൺ ഡയബറ്റീസ് ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റാണ്. പ്രവാസികൾക്ക് മാത്രമായി ഒരു സംഘടനയുണ്ട് എന്നും അത്തരമൊരു സംഘടന അവരുടെ ക്ഷേമത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകി കുന്നംകുളത്ത് വളരെ കാലമായി പ്രവർത്തിക്കുന്നു എന്നും അറിയുന്നതിൽ ഒരു കുന്നംകുളം നിവാസി എന്ന നിലയിലും IMA സെക്രട്ടറി എന്ന നിലയിലും എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. കൊറോണ മഹാമാരി ലോകത്താകമാനം നാശം വിതക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 കൊല്ലത്തോളമായി. ഈ മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കുവാനും പൊതുജനാരോഗ്യം നിലനിർത്തുവാനും വേണ്ടി അവിരാമം പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ എത്ര കണ്ട് പ്രശംസിച്ചാലും ആദരിച്ചാലും മതിവരില്ല. ഈ സന്നദ്ധ സേവനങ്ങൾക്കിടയിൽ തന്നെ ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർക്കാണ് സ്വന്തം ജീവൻ പോലും നഷ്ടമായത്. ഇത്തരം ജീവത്യാഗങ്ങൾ അംഗീകരിക്കേണ്ടതും അവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കേണ്ടതും സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇത്തരമൊരു സംരംഭത്തിന് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ കോപ്പ മുന്നോട്ട് വരുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. പ്രവാസി ആരോഗ്യ പ്രവർത്തകരെ അനുമോദിക്കുന്ന ഈ ചടങ്ങിലേക്ക് IMAയും കൂടെ ക്ഷണിച്ച ഇതിൻ്റെ ഉത്തരവാദികളോട് ഞാൻ IMAയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും രക്തസാക്ഷികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവാസി ആരോഗ്യ പ്രവർത്തകർക്ക് ദീർഘായുസ്സും ആയുരാരോഗ്യം നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Doctor, for wishes and words of inspiration. കൃതജ്ഞത അറിയിക്കുന്നതിനായി കുന്നംകുളം ആർത്താറ്റ് സ്വദേശിയും അമേരിക്കയിൽ ഡോക്ടറുമായ ഗീവർ കെ വർഗീസ് അവർകളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധനുമായ ത്രിയേകസ്തുതി. അഭിവന്യ മെത്രോപ്പൊലീത്തമാർ, ബഹുമാനരായ വിശിഷ്ട അതിഥികളെ, ഇന്ന് നമ്മൾ ആദരിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെ, കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. 2-3 ദിവസം മുന്നേ ജിനേഷ് പേര് തെറ്റിയുണ്ടെങ്കിൽ ക്ഷമിക്കണം, എന്നെ വിളിക്കുകയും ഒരു മറുപടി പുസ്തകം തയ്യാറാക്കാൻ പറയുകയും ചെയ്തു. ഇന്ന് നമ്മൾ COVID-19 കാലഘട്ടത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതം വളരെ വ്യത്യാസം വന്ന് കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഉള്ളത്. പലർക്കും ജോലി പോവുകയും
ജോലി ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു സംഭവം ഈ കോവിഡ് കാരണം കൊണ്ട് ഉണ്ടായി. ഇതൊരു രാഷ്ട്രത്തിൻ്റെ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ എല്ലായിടത്തും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ഭൂമി ഒട്ടാകെ തന്നെ ചുവന്ന കുത്തുകളാൽ വളരെയധികം നിറഞ്ഞിരിക്കുന്ന സമയമാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു വർഷം ആരോഗ്യ പ്രവർത്തന മേഖലയിൽ വളരെ അധികം പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള സന്ദർഭമാണ്. പലരും തന്നെ ഈ അസുഖത്തെ പേടിച്ചുകൊണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ച സംഭവം, പലരും അസുഖം വന്ന് മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മളെ സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പല സ്ഥലത്തും മാസ്കുകളില്ല, PPE കിറ്റുകളില്ല. എന്നിട്ടും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഈ പേഷ്യൻസിനെ കാണുകയും അവരെ ശുശ്രൂഷിക്കുകയും പലരെയും മരണത്തിൻ്റെ കണിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭം ഞാൻ കാണുന്നത് നമ്മളുടെ സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. ക്രിസ്തു ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നു. 4 പേർ കട്ടിലിൽ കൊണ്ടുവന്ന രോഗിയോട് കട്ടിലെടുത്തുകൊണ്ട് നടക്കുക എന്ന് ജനസമൂഹത്തിന് മുന്നേ പറയുന്ന ഒരു സുവിശേഷ ഭാഗം നമ്മൾ വിശുദ്ധ നോയമ്പിൻ്റെ 3-ാം ഞായറാഴ്ച വായിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ രോഗിയുടെ വിജയത്തിനായി 4 പേർ ഇതിനകത്ത് ഉണ്ട്, 4 മിത്രങ്ങൾ. അതേപോലെ നമ്മൾ കോവിഡിൽ നിന്ന് അകന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ കോവിഡിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ 4 പ്രധാനപ്പെട്ട അംഗങ്ങളെ നമ്മൾ ആദരിച്ചേ മതിയാവും. ഒന്ന്, റിസർച്ചേഴ്സ്. നമ്മൾ ഇന്ന് കാണുന്ന വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല. വളരെ ദ്രുതഗതിയിൽ തന്നെ പണ്ട് കണ്ടുപിടിച്ചിരുന്ന ചില വാക്സിനുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് സാഴ്സിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു വാക്സിനാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കോവിഡിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നന്ദി പറഞ്ഞേ പറ്റൂ. റിസർച്ചേഴ്സ്, അവർ നമ്മളുടെ ലാബിൽ നിന്നുകൊണ്ട് വളരെയധികം ശ്രമപ്പെട്ട് ഈ വാക്സിൻ തയ്യാറാക്കുകയും നമുക്ക് അത് നൽകുകയും ചെയ്തു. 2, നമ്മളുടെ ഭരണാധികാരികൾ റിസർച്ചിന് വേണ്ടി വരുന്ന ലീഗലായ കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടത്തുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്തു. 3, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഡോക്ടർ, ഫിസിഷ്യൻസ്, നഴ്സസ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻസ്, ഹൗസ് കീപ്പേഴ്സ്, ഇവരെല്ലാവരും തന്നെ ശ്രമം കൊണ്ടുമാണ് ഈ നമ്മൾ രോഗികളെ ചികിത്സിക്കുന്നതും അസുഖം ഭേദമാക്കുന്നതും. 4, എസൻഷ്യൽ വർക്കേഴ്സ്. ഈ പറയുന്ന രോഗികൾക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, വി നീഡ് ഫുഡ്. നമ്മൾ കാറുകൾ ഓടിക്കാൻ ഗ്യാസ് വേണം. നമ്മളുടെ ഗ്രോസറിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസറി നമുക്ക് വാങ്ങിക്കാൻ പറ്റണം. ഇതിനു വേണ്ടിയുള്ള പ്രൊഡ്യൂസ്, ഇതിനു വേണ്ടിയുള്ള മീറ്റ്, ഇതിനു വേണ്ടിയുള്ള ദിവസവും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ തയ്യാറാക്കുവാനും അത് നമുക്ക് വീടുകളിൽ എത്തിക്കാനുമുള്ള ഒരു സൗകര്യം, ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ എസൻഷ്യൽ വർക്കേഴ്സ് എന്ന ഒരു കൂട്ടം ആളുകളാണ്. അത് നമ്മുടെ പച്ചക്കറി ആയാലും മീനായാലും ഇറച്ചിയായാലും എന്തു തന്നെയായാലും അത് സംഭരിക്കുകയും അത് പല സ്ഥലത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ 4 തരത്തിലുള്ള പ്രവർത്തകരാണ് ഇന്ന് നമുക്ക് കോവിഡിനെ നിയന്ത്രിക്കുവാനും കോവിഡിനെ അതിജീവിക്കാനുമായി നമ്മളെ സഹായിച്ചത്. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ അംഗങ്ങൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി പ്രസംഗം അവസാനിപ്പിക്കുന്നു. Thank you so much, sir, for spending your valuable time with us. We will always be grateful to the researchers, administrative authorities, healthcare workers, and essential workers. കൃതജ്ഞത അറിയിക്കുന്നതിനായി കുന്നംകുളം സ്വദേശിയും UK കിങ്സ് കോളേജ് ഓഫ് ലണ്ടൻ ഹോസ്പിറ്റലിലെ നഴ്സുമായ സിബിയ സിജിനെ ക്ഷണിക്കുന്നു.
അഭിവന്യ തിരുമേനി, മറ്റ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന വിശിഷ്ടാതിഥികൾ, കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ ഭാരവാഹികൾ, സംഘടനാ അംഗങ്ങൾ, എല്ലാറ്റിലുപരിയായി ഇന്നത്തെ ഈ ചടങ്ങിൽ ഓർക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ആദരിക്കുകയും പെടുകയും ചെയ്യുന്ന ആദിന സേവനരംഗത്ത് അശ്രാന്തം പരിശ്രമിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനൊരു സന്ദർഭവും സാഹചര്യവും ഒരുക്കി അതിലൊരു അവസരം എനിക്ക് കൂടെ നൽകി ഈ സംഘടനയോട് എന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തട്ടെ. അതിലുപരിയായി ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്രയും എഫേർട്സ് എടുത്ത് ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് മെഡിക്കൽ പ്രൊഫഷനിലെ നമ്മുടെ സുഹൃത്തുക്കളെ ഒന്നടങ്കം കൈചേർത്ത് മഹാമാരി വിപത്തിനെ ചെറുത്തു നിൽക്കാൻ കൈത്താങ്ങാകിയ ഒരു പറ്റും പ്രിയപ്പെട്ടവരെ ആദരിക്കാൻ നിങ്ങളെടുത്ത ആ ഒരു നേതൃത്വത്തിന് അനുമോദിക്കാതെ വേറെ വഴിയില്ല. Let this be just a great beginning for the upcoming new thoughtful act of events you're going to organize in the near future. ഈ സന്ദർഭത്തിൽ ലോകത്തെ ആകെ ഒട്ടാകം പിടിച്ചു കുലുക്കിയ, ഇപ്പോഴും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന അതേ പ്രതിഭാസത്തെ ആദ്യമായി നേരിടേണ്ടി വന്നപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങളും ഓർമ്മകളും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മീറ്റിംഗിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതേ സമയം കൊണ്ട് ഈ വിഷയത്തിൽ ചെറിയൊരു PhDക്കുള്ള അറിവെങ്കിലും സമ്പാദിച്ചു എന്നതിൽ സംശയമില്ല. COVID-19 എന്ന ഈ ലോകം പിടിച്ചു കുലുക്കിയ മഹാവ്യാധിയെക്കുറിച്ച്, അതിനെ തുടർന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വാക്സിൻ വരെയുള്ള ഡെവലപ്മെന്റുകളെ കുറിച്ചും നിങ്ങൾ സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനും സംശയമില്ല. ഓർമ്മകളും അനുഭവങ്ങളും ഒന്നും തന്നെ ഓർത്തെടുത്ത് പങ്കുവയ്ക്കാൻ മാത്രം മധുരകരമായിരുന്നില്ല കോവിഡ് നൽകിയത്. മെഡിക്കൽ രംഗത്ത് എന്റെ സുഹൃത്തുക്കളിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം വേറൊരാൾക്കുണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. തമ്പുരാൻ സൃഷ്ടിച്ചു മൂക്കിലൂതിയ ആ ജീവശ്വാസത്തിന് ഇത്രയും വിലയുണ്ടെന്ന് ലോകം ഒന്നടങ്കം സമ്മതിച്ച ദിവസങ്ങളായിരുന്നു കോവിഡ് കാലം. ഇതിനു മുന്നും ഇതേപോലെ മോശപ്പെട്ട പല മഹാമാരികളും നമ്മൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഡെവലപ്പിംഗ്, നോൺ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന ഒരു വ്യത്യാസമില്ലാതെ ലോകത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ മറ്റൊരു മഹാമാരി നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന UK ഒരു ഹോസ്പിറ്റലാണ്. മറ്റ് പല രാജ്യങ്ങളെ പോലെ തന്നെ UK ഇപ്പോൾ മൂന്നാമതൊരു വേവ് വന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നതിന് പ്രിപ്പയർഡ് ആയിരിക്കുകയാണ്. ഓരോ രാജ്യത്തും പ്രദേശത്തു നിന്നും ജോലി ചെയ്തിരുന്ന നമ്മൾ ഓരോരുത്തരുടെയും കോവിഡ് അനുഭവങ്ങൾ പലതരത്തിൽ വ്യത്യസ്തപ്പെട്ടതായിരുന്നു. അതേപറ്റിയും കണ്ണീരിൽ നിറഞ്ഞു തേങ്ങുന്ന ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ വാട്സാപ്പ് മീഡിയകളിലൂടെ കേട്ടിരിക്കും. ഇവിടെ UK കോവിഡ് ടൈമിൽ ജോലി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വീട്ടിൽ പോയിരുന്നപ്പോൾ നാട്ടിൽ 14 days വർക്ക്, 14 days ക്വാറന്റൈൻ, then 14 days ഹോം ടൈം, അഗെയിൻ ദ സെയിം സൈക്കിൾ എന്ന രീതിയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കോവിഡ് മാത്രം ശ്വസിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും ഇൻഫെക്റ്റഡ് ആണോ അല്ലയോ എന്ന് ഒരു നിശ്ചയമില്ലാതെ പ്രിയപ്പെട്ടവരുടെയും കുഞ്ഞുമക്കളുടെയും അടുത്തേക്ക് പോകേണ്ടി വന്നിരുന്ന അവസ്ഥയും, അതേ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അവരിൽ നിന്ന് വിട്ടകന്ന് ദിവസങ്ങളോളം മാറി നിൽക്കേണ്ടി വന്നിരുന്ന നാട്ടിലെ അവസ്ഥയും ഒരേപോലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അല്പനേരം പുറത്തു പോകുമ്പോൾ മാസ്ക് വെക്കുന്നതിൽ പോലും പരാതിപ്പെടുന്ന നമ്മളെ ചങ്ങാതിമാരെ, വർക്ക് ചെയ്യുന്ന അത്രയും 10 to 12 ലോങ് അവേഴ്സ് മാസ്കും ക്യാപ്പും ഗൗണും അങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റ്സും ധരിച്ചുകൊണ്ട് ശ്വാസം മുട്ടി വെപ്രാളപ്പെടുന്ന നമ്മളെ പേഷ്യൻസിനെ ശുശ്രൂഷിച്ചിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളുടെ സുഹൃത്തുക്കളാണ് ഈ അനുഭവത്തിന് സാക്ഷികൾ. 24/7 ആംബുലൻസിന്റെ ചീറിപ്പായലുകളും, ഏത് ഗ്രൂപ്പ്, ഏത് പ്രായം, ആരെ അഡ്മിറ്റ് ചെയ്യണം, ആർക്ക് ഓക്സിജൻ കൊടുക്കണം, ആര് വെന്റിലേറ്ററിലേക്ക് മാറ്റിയാൽ രക്ഷപ്പെടുമായിരിക്കും, ആര് വെന്റിലേറ്ററിൽ നിന്ന് ഒഴിഞ്ഞാൽ അത് ജീവനോടെയോ അല്ലാതെയോ മറ്റൊരാൾക്ക് പരീക്ഷണാർത്ഥത്തിലെങ്കിലും അവസരം ലഭിക്കും. അങ്ങനെ കൂട്ടിയും കിഴിച്ചും 1-2 തരംഗം കോവിഡ് അനുഭവങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കാനുണ്ട്. നാട്ടിലും മറ്റും മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുന്ന കാഴ്ചകളും, ഇവിടെ വെൽ എക്വിപ്ഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ഹോസ്പിറ്റലുകളുടെ പാർക്കിംഗ് ലോട്ടുകൾ ഒരു രാത്രി കൊണ്ട് വലിയ ബിഗ് കിങ് സൈസ് മോർച്ചറി കൂളറുകളായി മാറിയ കാഴ്ചകളും മുറിപ്പെടുത്തുന്നതോടൊപ്പം മനസ്സിൽ നിന്ന് മായുന്നതല്ല. എത്രയൊക്കെ പുരോഗമിച്ചാലും, അറിവ് നേടിയാലും, വികസിച്ച് ആകാശത്തിന്റെ അതിരുകളും കവിഞ്ഞ സ്വപ്നങ്ങൾ കൈവരിച്ചാലും ദൈവം ദാനമായി നൽകിയ ഈ ജീവനും ജീവിതവും ഒരു നിമിഷം കൊണ്ട് നൽകാനും എടുക്കാനും തമ്പുരാന് മാത്രം കഴിയുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കോവിഡ്. ജീവന്റെ ഉറവിടവും ദാതാവും നിലനിർത്തുന്നതും കർത്താവും മാത്രമാണെന്ന ബോധ്യം. എന്നെ പോലെ തന്നെ 2 കോവിഡ് വേരിയന്റ് സ്ട്രെയിനും വിടാതെ ഇൻഫെക്ഷൻ കിട്ടി അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട അനുഭവ സമ്പത്തുള്ള പലരും ഇക്കൂട്ടത്തിൽ കാണാതിരിക്കില്ല. ആ സമയങ്ങളിൽ താങ്ങായി തണലായി നമ്മളെ നോക്കാനുണ്ടായിരുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഈ സന്ദർഭത്തിൽ നന്ദിയോടെ ഓർക്കാതിരുന്നാൽ ഔചിത്യമാവില്ല. പേടി കാണിക്കാതെ, തനിക്കും പകരുമോ എന്ന് ആദി കാണിക്കാതെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ധൈര്യത്തിൽ മനസ്സോട് ചേർത്ത് നമ്മളെ ശുശ്രൂഷിച്ച് ആഫ്രിക്കപ്പെട്ടവരും ധീരന്മാർ തന്നെയാണ്.
ഈ ചുമയും പനിയും നെഞ്ചും മേലൊട്ടാകെ പൊള്ളുന്ന വേദനയും ശ്വാസം മുട്ടും തരണം ചെയ്ത് ഓരോ വേവിനും ഓരോ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 14 days 10 days എന്ന ക്വാറന്റൈനും ഐസൊലേഷനും കഴിഞ്ഞ് തിരിച്ചും അതേ കോവിഡിന്റെ ലോകത്തേക്ക് അതേ മാസ്കും ഗൗണും എക്യുപ്മെന്റ്സും തിങ്ങി നിൽക്കുന്ന ശ്വാസം മുട്ടിലേക്ക് തിരിച്ചു ധൈര്യപൂർവ്വം പോയെന്ന് പറഞ്ഞാൽ, പേടി ലവലേശമില്ലാതെ പോയെന്ന് പറഞ്ഞാൽ അതിലൊട്ടും സത്യം ഉണ്ടാവില്ല. ഒന്ന് വന്ന കോവിഡ് ഇനിയും വരില്ലേ, ഒരു നിശ്ചയവുമില്ല. എന്നാൽ ഒന്നുറപ്പാണ്, അങ്ങനെ പലവട്ടം പരീക്ഷിച്ചിട്ടും തന്നാൽ വഹിക്കുന്ന ആദ്യ ദിവസം കൂടുതൽ ഊർജം സംഭരിച്ച് യുദ്ധഭൂമിയിലേക്ക് എന്ന പോലെ പോരാടാൻ പോയ ധീരന്മാരും ധീരകളുമാണ് നിങ്ങളുടെ ഈ കൂട്ടത്തിലെ ഓരോ പ്രിയപ്പെട്ടവരും. അത് മക്കളാകട്ടെ, പാർട്ട്ണറാകട്ടെ, പേരക്കുട്ടികളാകട്ടെ. നമ്മളാൽ കഴിയുന്നത് നമ്മൾ മനോഹരമായി ചെയ്തു. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ വിൽ ഡു ദ സെയിം മോർ പെർഫെക്റ്റ്ലി ഇഫ് വി നീഡ് ടു ഡു അഗെയിൻ ആൻഡ് അഗെയിൻ. ഒത്തിരി പേർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിയ മനപ്രയാസവും മനോവ്യസനവും ആവലാതി ആങ്കലാപ്പും മാത്രം നൽകിയ കോവിഡിനെ പറ്റി 24/7 വാട്സപ്പും ഫേസ്ബുക്കും സർവ്വ മീഡിയകളും കൊട്ടിഘോഷിക്കുന്ന ആ സെയിം കോവിഡിനെ പറ്റി പറഞ്ഞ് ഞാൻ ഇനിയും മുഷിപ്പിക്കുന്നില്ല. നമ്മുടെ അഭിചേട്ടൻ ഇതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കേൾക്കുന്ന എത്ര പേർ കേട്ടിട്ടുണ്ടെന്നറിയില്ല. എൻ്റെ മോനെ പോലെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സൂപ്പർ ഹീറോസായ സൂപ്പർമാനും സ്പൈഡർമാനും ബ്ലാക്ക്മാനും എല്ലാം വഴിനീളം നിന്ന് വണങ്ങി മെഡിക്കൽ പ്രൊഫഷണൽസിനെ അംഗീകരിക്കുന്ന ആ രസകരമായ പോസ്റ്റ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഒരുപാട് പോസ്റ്റുകളും ജനലഴികളിൽ ഒരേ സമയം ഒന്നിച്ച് സർവരും കൈയടിച്ച് NHS ഹീറോസിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആ വീക്ക്ലി ചിയറിംഗ് അപ്പ് സെഷൻസും കോവിഡ് കാലത്തിന്റെ ഒരുപറ്റം മധുരമുള്ള ഇൻസ്പിറേഷണൽ മോട്ടിവേഷണൽ ഓർമ്മകളാണ്. സോ ലൈക്ക് ലൈഫ് ഇസ് എ കോയിൻ വിത്ത് ബോത്ത് സൈഡ്സ്, കോവിഡ് ഇസ് ഓൾസോ എ മിക്സ്ചർ ഓഫ് ഇമോഷൻസ്. ലോകം മൊത്തം പടർന്ന പാൻഡമിക്കായി ആദിയും ആവലാതിയും ആകുലതയും അവശതയും പരത്തി ഭയപ്പെടുത്തിയ അതേ കോവിഡ് തന്നെ നമ്മളെ മറ്റു പല യാഥാർത്ഥ്യങ്ങളും പഠിപ്പിച്ചു. ഇറ്റ് ഹാസ് ഓൾസോ എൻറിച്ച്ഡ് us with a lot of valuable experiences and realities. ഓർമ്മകളിലുപരിയായി ഒരുപാട് തിരിച്ചറിവ് നൽകി ഈ കോവിഡും ലോക്ക്ഡൌണും നമുക്ക് വളരെ രസകരമായി നർമ്മത്തിൽ ചാലിച്ച് ചിന്തിച്ച വാട്സപ്പ് മെസ്സേജുകളിലൂടെ പലതും പഠിപ്പിച്ചു. അത് കാണാത്തവരായും നിങ്ങളിൽ കൂട്ടത്തിൽ അധികം പേർ കാണില്ല. എങ്ങനെയൊക്കെ നടത്തണമെന്ന് അറിയാതിരുന്ന വിവാഹങ്ങൾ വെറും 20 പേരായി നടത്തിയാലും മംഗളകരമാകാമെന്നും പ്രിയപ്പെട്ടവർ മാത്രം ചേർന്ന് മരണാനന്ത ശുശ്രൂഷകൾ നടത്താമെന്നും ഔട്ടിങ്ങും ട്രിപ്പുകളും ഹോട്ടലുകളും ഫാസ്റ്റ് ഫുഡും എന്തിന് സിനിമാ തിയേറ്ററുകളും പൂരങ്ങളും പെരുന്നാളുകളും പോലും ഇല്ലാതെ ആഡംബരങ്ങളും ആർഭാടങ്ങളും ഇല്ലാതെ ലളിതമായും ഈ ജീവിതം ജീവിക്കാമെന്നും അങ്ങനെ ഒരുപാട് ഒത്തിരി വലിയ യാഥാർത്ഥ്യങ്ങൾ ഈ ചുരുങ്ങിയ 1.5 വർഷം കൊണ്ട് കോവിഡ് മനുഷ്യനെ രസകരമായി പഠിപ്പിച്ചു. ആ തിരിച്ചറിവിലൂടെ ഒപ്പം കോവിഡ് മൂലം ഇപ്പോഴും ശാരീരികമായും മാനസികമായും അതിലുപരി സാമ്പത്തികമായും പ്രയാസത്തിന്റെ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസവും പ്രതീക്ഷകളും തിരികെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തട്ടെ. Storms make trees take deeper roots. Yes, let's this COVID storm give us more strength to take deeper roots, not in ourselves but in Jesus Christ. അതെ, ദൈവകൃപയിൽ ആശ്രയിച്ച് വേരൂന്നി മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാൻ കോവിഡ് എന്ന കൊടുങ്കാറ്റ് നമ്മളെ പ്രാപ്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ പങ്കുവച്ച സിബിയ സിജിനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. Since we have come to the end of our program, I would like to invite our convener, Mr. Biju Kollanur, for vote of thanks. എല്ലാവർക്കും നമസ്കാരം. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, അഭിയന്തര ലൂയിസ് തിരുമേനി, ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ME രാജേഷ്, മറ്റു വിശിഷ്ട വ്യക്തികളെ ആരോഗ്യപ്രവർത്തകരെ ആദരിക്കുന്ന ഈ ചടങ്ങ് ഏറ്റവും ഭംഗിയായി തീർന്ന് വളരെയധികം സന്തോഷിക്കുകയും അതിനെ ആദ്യമായി തന്നെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കോവിഡിനെതിരെ പോരാട്ടം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഒരുപാട് സാലറിയോ ജോലി സമയത്ത് കുറവുകളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. എന്നിട്ടും ഇവർ ഓരോരുത്തർക്കും കാവലായി നിലനിൽക്കുകയാണ്. ഹെൽത്ത് വർക്കേഴ്സിനടുത്ത് എത്തുന്നവർ കോടീശ്വരനായാലും പാവപ്പെട്ടവനായാലും ഒരുപോലെയാണ്. ഒരു കോവിഡ് കാലത്ത് പ്രവർത്തിക്കുന്നത് മാത്രം കൈയടിച്ചും പ്രശംസിച്ചുകൊണ്ടും ആദരിക്കേണ്ടവർ അല്ല ഇവർ. കാരണം ഇവർ അവരുടെ കർമ്മം കൊണ്ട് ഉദ്ധാനം തീർക്കുന്നവരാണ്. തങ്ങളെ അടുത്ത് എത്തുന്ന ആളുകളെ സ്വന്തം ആളുകളെ കരുതുകയും സ്നേഹിക്കുകയും കരുതുകയുമാണ് ഇവർ ചെയ്യുന്നത്. കോർപ്പറേറ്റ് സ്നേഹത്തിൽ പങ്കെടുത്ത 30ഓളം പേർക്ക് മാത്രമല്ല കോടിക്കണക്കിന് വരുന്ന ഹെൽത്ത് വർക്കേഴ്സിനെ കൈക്കുപ്പി ആദരം അർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. അഭിയന്ത്യ പരിശുദ്ധ ബാബ തിരുമേനിയുടെ സന്ദേശം നമുക്ക് വളരെയധികം സന്തോഷവും ആനന്ദവും നൽകുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരെ അനുമോദിക്കുവാൻ തക്കവണ്ണം അഭിയന്ത്യ തിരുമേനി നൽകിയ ഈ മെസ്സേജിനെ ഓർത്ത് പരിശുദ്ധ പിതാവിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അവിടുത്തെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവ് എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ആരോഗ്യത്തിലൂടെ
തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾ ഓർക്കുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തത് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അഭിനന്ദ ലിയോ തിരുമേനിയുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അഭിനന്ദ തിരുമേനിയുടെ സാന്നിധ്യ ഉപദേശവും ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ഒരിക്കൽ കൂടി തിരുമേനിയുള്ള നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. അടുത്തതായി എനിക്ക് നന്ദി പറയാനുള്ളത് ഈ സമ്മേളനത്തിന് മുഖ്യ അതിഥിയായി പങ്കെടുത്ത കേരളത്തിന്റെ ആദരണീയ നിയമസഭാ സ്പീക്കർ എം.ഇ. രാജേഷിനെയാണ്. കേരള നിയമസഭയിൽ അദ്ദേഹത്തിന് കൂടുതൽ ശോഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അനുമോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടേക്ക് കടന്നു നമുക്ക് നൽകിയ മെസ്സേജിനെ ഓർത്ത് ശ്രീ എം.പി. രാജേഷിനെ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എം.പിയുടെ സാന്നിധ്യവും നമുക്ക് ലഭിച്ചു. നമുക്ക് വളരെയധികം സുപരിചിതയായ കുമാരി രമ്യ ഹരിദാസിനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കുന്നംകുളത്തിന്റെ സ്വന്തം എം.എൽ.എ ആയ ശ്രീ A.C. മോദീൻ സാറിനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ YMCAയുടെ പ്രസിഡന്റ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി സാറിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ബദനിയുടെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പത്രോസ് OAC അച്ഛനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയും അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചു തന്ന ബഹുമാനപ്പെട്ട IMA സെക്രട്ടറി ഡോക്ടർ ഷമീർ അദ്ദേഹത്തിന്റെ ടീം മെമ്പേഴ്സിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. കൂടാതെ ഇന്ന് നമുക്ക് ആദരിക്കപ്പെട്ട ഓരോ കുന്നംകുളം പ്രവാസി അസോസിയേഷൻ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം അനുമോദിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം അവർ കാണിച്ച വലിയ മനസ്സിനെ ഓർത്ത് അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി മറുപടി പ്രസംഗം നടത്തിയ USA ഡോക്ടർ ഗീവർ കെ വർഗീസ്, UK മിസിസ് സിബിയ സിജിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത കുന്നംകുളം ഭദ്രാസനത്തിന്റെ വൈദികർ, പ്രത്യേകിച്ച് വൈദിക സെക്രട്ടറി ഫാദർ ബാബു ചെറുവത്തൂർ, നമ്മുടെ കുന്നംകുളത്തെ വൈദികരായിരിക്കുന്ന റവൻ ഫാദർ സണ്ണി ചാക്കോ, സഭാ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റു വൈദിക ശ്രേഷ്ഠർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിരുന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളെയും എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളോട് പ്രത്യേകം സഹകരിച്ച ഷാജു സൈമനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ സമ്മേളനത്തിൽ വളരെ മനോഹരമായ ഒരു കവിത ആലപിക്കുകയുണ്ടായി. ആ കവിത നമുക്ക് എഴുതി തന്ന ഡോക്ടർ സുധീർ മാഷിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കുന്നംകുളം പ്രവാസി അസോസിയേഷന്റെ പ്രസിഡന്റ് സൈമൻ ചേട്ടൻ, സെക്രട്ടറി അബിയേട്ടൻ, ഇതിന് നടത്തിപ്പിന് വേണ്ടി ഓഡിയോ റെക്കോർഡ് ചെയ്ത് തന്ന ശ്രീ മിഥുൻ ജോൺസണോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയോടുള്ള നന്ദിയും അറിയിക്കുന്നു. പിന്നെ രാജേഷ് ഏട്ടൻ ആങ്കർ ചെയ്തു തന്ന ഗിവാസ് മോഹൻസിനോടും റോഷിനി രാജേഷിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരോടും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നന്ദി ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹാദരം എന്ന ഈ വെർച്വൽ മീറ്റിന്റെ എല്ലാമായ ഞങ്ങളുടെ പ്രോഗ്രാം കൺവീനർ ബിജു കൊള്ളന്നൂരിനോടുള്ള നന്ദി ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായി കുന്നംകുളം ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായ ഫാദർ സണ്ണി ചാക്കോയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമേ, അനുഗ്രഹീതമായ ഈ സമ്മേളനത്തിനായിട്ട് അങ്ങയെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന മക്കളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും അവരുടെ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിപ്പാനുമായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ഈ സംഘടനയെ ഞങ്ങൾ പ്രത്യേകമായിട്ട് തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ സംഘടനയുടെ എല്ലാ നന്മ പ്രവൃത്തികളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇന്നത്തെ ഈ ദിവ്യ ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾ അനുഭവിച്ചു. കർത്താവെ, വന്നുചേർന്ന എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഈ മക്കൾക്ക് ആശംസകളെ അറിയിച്ചു. കർത്താവെ, ദുഃഖിക്കുകയും വിലപിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന അനവധി ആളുകൾക്ക് പ്രത്യാശയും സന്തോഷവും സമാധാനവും സൗഖ്യവും നൽകുവാനായിട്ട് ഈ മക്കളെ അവിടുന്ന് ഉപയോഗിക്കുന്ന നിന്റെ വൻ കൃപകളെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നാഥ, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സേവനം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ പ്രത്യേക കാലയളവിൽ ഈ മക്കളുടെയും ഇതുപോലെ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളുടെയും ശുശ്രൂഷകളെ അവിടുന്ന് വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശുശ്രൂഷിപ്പാനും ദൈവസ്നേഹം പ്രകടിപ്പിക്കുവാനും
നിന്റെ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ. ഈ അനുഗ്രഹത്തിൽ വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ഭവനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദുഃഖങ്ങളും ഭാരങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവസ്നേഹം പകർന്നു കൊടുപ്പാൻ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് സംഗതിയാക്കണമേ. എല്ലാ കാര്യങ്ങളിലും ദൈവനാമം മഹത്വപ്പെടണമേ. തിരുസഭയെ ആശീർവദിക്കണമേ. ദർശനത്തോടും ദൈവാശ്രയത്തോടും ദീർഘകാലം ഈ തിരുസഭയെ മേച്ചു ഭരിപ്പാനുള്ള കൃപയും ആരോഗ്യവും സമാധാനവും സൗഖ്യവും ഞങ്ങളുടെ പരിശുദ്ധ ബാവ തിരുമനസ്സിന് നൽകണമേ. എല്ലാ മേൽപ്പെട്ടക്കാരെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. വൈദികരെയും വിശ്വാസികളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും മഹത്വകരമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം ഭരമേൽപ്പിക്കുന്ന ദൗത്യമെന്ന് മനസ്സിലാക്കുവാനും ആ ദൗത്യം പൂർത്തീകരിക്കുവാനും ഞങ്ങളേവരെയും സംഗതിയാക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയവരെ സ്വർഗീയ ഭവനങ്ങളിൽ വിശ്രമിപ്പിക്കണമേ. ഞങ്ങളും ഞങ്ങൾക്കുള്ളവരും ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയവരും തിരുസഭയുടെ എല്ലാ മക്കളും ഈ സമൂഹവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. മോറൻ വാലോഹാൻ ലോൽമീൻ ആമേൻ. ബാറക്കുമോർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ആവാസവും ഈ ദിവ്യ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരോടും ഈ അനുഗ്രഹത്തിൽ പങ്കെടുത്ത എല്ലാ മക്കളോടും തിരുസഭയോടും സമൂഹത്തോടും വാങ്ങിപ്പോയവരോടും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജാതി വർഗ പ്രായ വ്യത്യാസമില്ലാതെ ലോകത്തെ നടുക്കിയ COVID-19 എന്ന മഹാമാരിയെ പിടിച്ചുകെട്ടാൻ ലോക ജനതയെ സഹായിച്ച ആരോഗ്യ മേഖലയിലെ മുന്നണി പോരാളികളോടൊപ്പം ത്യാഗങ്ങൾ സഹിച്ച അവരുടെ കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. COVID-19 മുന്നിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ ഞങ്ങൾ സ്മരിക്കുന്നു. ഈ മഹാവ്യാധി ഇപ്പോഴും ലോകത്തിൽ നിന്ന് തുടച്ചു നീങ്ങപ്പെട്ടിട്ടില്ല. എങ്കിലും കരുതലോടെ ജാഗ്രതയോടെ നമുക്ക് മുന്നേറാം. ആരോഗ്യ പ്രവർത്തകർ നമുക്ക് വഴികാട്ടികളാകട്ടെ. നന്ദി, നമസ്കാരം.